മലയാളിയുടെ മനസ്സിൽ എത്ര കാലം കഴിഞ്ഞാലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പിടി ഗാനങ്ങളുണ്ടാവും. ഒരു മാറ്റവും ഇല്ലാതെ അന്ന് കേട്ട അതേ ഭംഗിയോടെ നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ സാധിക്കുന്നവയാവാം. അത്തരത്തിൽ ഒരു ഗാനമാണ് മിഴുനീർ എന്ന ആൽബത്തിലെ വണ്ണാത്തിപ്പുള്ളിന് ദൂരെ എന്ന ഒരു ഗാനം. വർഷങ്ങൾക്കിപ്പുറം ഇന്നും ആ ഒരു ഗാനം എവിടെയെങ്കിലും കേട്ടാൽ ഒന്ന് താളം പിടിക്കാത്തവർ ആരും ഉണ്ടാവില്ല. ആ ഗാനത്തോടും നമ്മുടെ പ്രിയപ്പെട്ടതായി മാറിയ ഒരു മുഖമുണ്ട്. ആ ഗാനരംഗത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്ന ഒരു സുന്ദരി പെൺകുട്ടി നടി സൗമ്യ മേനോനാണ് ഈ ഗാനത്തിൽ അഭിനയിച്ചത്. സൗമ്യയുടെ കൂടുതൽ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒരു മ്യൂസിക് വീഡിയോ അല്ലെങ്കിൽ ആൽബം എന്ന നിലയ്ക്ക് ആദ്യം ചെയ്തത് വണ്ണാത്തിയാണ്. ജനിച്ചത് നാട്ടിൽ തൃശ്ശൂരാണെങ്കിലും ചെറുപ്പം മുതൽ ദുബായ് സെറ്റിൽഡാണ്. ആ സ്കൂൾ സമയത്താണ് വണ്ണാത്തി ചെയ്യാൻ അവസരം ലഭിക്കുന്നത്. വണ്ണാത്തി റിലീസാവുന്നത് 2006-ലോ 2007-ലോ ആണ്. ആ സമയത്ത് മ്യൂസിക് ആൽബം സോങ്ങുകളുടെ ഒരു ട്രെൻഡിങ് തന്നെയായിരുന്നു. വാട്ടർമാൻ എന്ന് പറയുന്ന ഉദയേട്ടനാണ് അന്നത്തെ ഹിറ്റ് ആൽബം സോങ്ങുകളൊക്കെ നിർമ്മിച്ചത്. സുന്ദരിയെ വായുന്ന ആൽബത്തിന് ശേഷം വന്ന ഒരു ആൽബമായിരുന്നു ഈ സോങ്ങും. ഇപ്പോഴും ആളുകൾ എവിടെ പോയാലും വണ്ണാത്തി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് തിരിച്ചറിയുന്നത്. അതൊരു വലിയ അത്ഭുതമാണ്. കാരണം ആൽബം ഇറങ്ങിയ സമയത്ത് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഇല്ല. അന്ന് TV മാത്രമാണ് ഉണ്ടായത്. മിസ്റ്റർ ഡ്യൂ ഡ്രോപ്സ് പോലുള്ള പരിപാടിയിൽ വിളിച്ച് പ്ലേ ചെയ്താൽ മാത്രമാണ് കേൾക്കാൻ പറ്റുന്ന ഈ സോങ്ങുകൾ. സ്കൂൾ ടൈമിൽ ഞാൻ ചെയ്ത ആൽബമാണിത്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആളുകൾ അതിൻ്റെ പേരിൽ തിരിച്ചറിയുന്നത് ഒരു ദൈവാനുഗ്രഹമാണെന്ന് താരം പറയും. പരീക്ഷ നടക്കുന്ന സമയത്താണ് ആ ആൽബത്തിലേക്ക് അവസരം വരുന്നത്. തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു ഷൂട്ട്. എക്സാം ആയതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ ആ പാട്ടിൻ്റെ കോപ്പി എനിക്ക് തന്നിട്ട് പോയി. അതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വരിയുണ്ട്. ആ വരി എനിക്കും ഇഷ്ടപ്പെട്ടു. വീട്ടിൽ എൻ്റെ മൂത്ത ചേച്ചി ആ പാട്ട് കുറേ തവണ പ്ലേ ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ ആ വരികൾ ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന പോലെ. അടുത്ത ദിവസം തന്നെ ഞാൻ വിളിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അന്നത് ചെയ്യാൻ പറ്റില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടം ആയി മാറിയേനെന്നാണ് താരം പറയുന്നത്. ആ ഒരു ആൽബം സോങ്ങിന് ശേഷം 5ഓളം മലയാളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വളരെയധികം തിരക്കേറിയ നടിയാണ്. കന്നഡയിലും തെലുങ്കിലും അടക്കം നിരവധി സിനിമകൾ ഇപ്പോൾ റിലീസാവാനിരിക്കുകയാണ് താരത്തിൻ്റെ. പക്ഷേ ഇപ്പോഴും മലയാളിയുടെ മനസ്സിൽ വണ്ണാത്തിയിലെ ആ സുന്ദരി പെൺകുട്ടിയായ സൗമ്യ നായർ തന്നെയാണ്.